GRE ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ B1 B2 സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ. കാരണം ജർമ്മനിയിൽ IELTS വെച്ചിട്ടും നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ഓഫ് കോസ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾക്കും പോസിബിൾ ആണ്. ഇൻഡിവിജ്വലി 6 ബാൻഡ് സ്കോർ 6.5 നിങ്ങൾ IELTS സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ട് ഇംഗ്ലീഷ് ബേസിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുന്നതാണ് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ. അത്യാവശ്യം എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സുകളിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. വളരെ റെയർ സിറ്റുവേഷനിൽ ചില യൂണിവേഴ്സിറ്റീസ് നിങ്ങളുടെ അടുത്ത് A1 കംപ്ലീറ്റ് ചെയ്യാൻ പറയും. വിത്ത് IELTS അപ്ലൈ ചെയ്താൽ പോലും ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും ചെയ്യാൻ പറ്റും. സയൻസ് റിലേറ്റഡ് ആയിട്ടോ ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കെല്ലാം നിങ്ങൾക്ക് വിത്ത് IELTS നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതും ടോട്ട് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആണ് ജർമ്മനിയിൽ. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2 years സ്റ്റേ ബാക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേ ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വർക്ക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വർക്ക് വിസയിലോട്ട് മാറി അവിടെ നിന്ന് PR-ന് അപ്ലൈ ചെയ്യാൻ വരെയുള്ള പോസിബിലിറ്റി ഈ രീതിയിലുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം B1 B2 കിട്ടാത്തതിന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് IELTS നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ നമ്മൾക്ക് എടുത്തു തരാം. ഇനി അതല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ജർമ്മനിയിൽ പ്രൈവറ്റ് കോളേജസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി B1 B2 IELTS-ന് ഇൻഡിവിജ്വൽ സ്കോർ ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ പബ്ലിക് കോളേജസിലാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫീസ് ഓഫ് കോഴ്സ് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ ജർമ്മനി ചെയ്യുമ്പോൾ ബോത്ത് കേസസ് പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്യണം ഓഫ് കോഴ്സ്. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മനി നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. നിങ്ങൾക്ക് B1 B2-ന്റെ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTS സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഹെൽപ്പ് യു വിത്ത്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ IELTS OET അതുപോലെ PTE ഡ്യുവലിംഗോ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5,000 ആണ് നമ്മളുടെ മന്ത്ലി വരുന്ന ചാർജ്. അത് നമ്മൾ വഴി നിങ്ങൾ ഈ സ്കോർ കിട്ടിയതിന് ശേഷം നിങ്ങൾ പുറത്തോട്ട് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ക്ലാസ്സസിൻ്റെ ഫീസ് കംപ്ലീറ്റ്ലി നമ്മൾ റീഫണ്ട് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നതാണ്. സോ ദോസ് ആർ ഇൻട്രസ്റ്റഡ് ഫോർ ജർമ്മനി അത് വിത്ത് IELTS അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണ്. ഇനി ജനുവരി ഇൻടേക്ക് ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇപ്പോൾ ജനുവരി ഇൻടേക്കിന് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ് അറ്റ് ദ ഏർലിയസ്റ്റ്. കാരണം APS അറ്റസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് APS അറ്റസ്റ്റേഷൻ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ അത് ചെയ്യേണ്ട അസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു തരാം. സോ നിങ്ങൾ ജർമ്മൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ്. So thanks for watching. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ആൻഡ് ലൈക്ക് അവർ വീഡിയോ. ഓക്കെ, താങ്ക് യു.